നമ്മൾ ഹയർ ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് മൾട്ടി ഡയമെൻഷൻ ഉണ്ടായിരിക്കും, മൾട്ടി പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. ഹയർ വൈബ്രേഷനിലുള്ള ഒരാൾക്ക് ഒരു കാര്യത്തിന് പിന്നിലുള്ള മൾട്ടി പെർസ്പെക്റ്റീവും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധികളും കാണാൻ പറ്റും. ഹയർ വൈബ്രേഷനിലുള്ള ഒരാളാണ് ഒരു ഇൻഫോർമേഷൻ ഗുരുവിൻ്റെ നിന്ന് എടുക്കുന്നേ എന്നുണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ ഓരോ വാക്കിന് പേരിലുള്ള ഉദ്ദേശശുദ്ധിയും ഡയറക്റ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ ഏത് തരത്തിലുള്ള ഹെൽപ്പ് വേണ്ടവർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൾട്ടി ഡയമെൻഷനാലിറ്റി എന്ന് പറയുക. നമുക്ക് ഇൻഫോർമേഷൻ വരുമ്പോൾ ആ ഇൻഫോർമേഷനെ പല പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുവാനുള്ള കഴിവ്, പല ഉദ്ദേശശുദ്ധിയിൽ നിന്ന് കാണുവാനുള്ള കഴിവ്, ഈ ഒരു ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് എമ്പതി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എമ്പതി ഇല്ലാത്ത ഒരാൾക്ക് ഒരു കാര്യത്തിന് പിന്നിലുള്ള ഉദ്ദേശം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് അവരുടെ പോയിൻ്റ് പ്രൂവ് ചെയ്യുന്നതിലോ അവർക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇൻഫോർമേഷൻ ശരിയാണെന്ന് വാലിഡേറ്റ് ചെയ്ത് കിട്ടുന്നതിലോ ആയിരിക്കും ശ്രദ്ധ. അപ്പോൾ അവിടെ അയാളുടെ ഡയമെൻഷൻ കുറയാണ് ചെയ്യുന്നത്, ആളുടെ ഫ്രീക്വൻസി അതിനനുസരിച്ച് കുറയും. അതുകൊണ്ടാണ് സ്പിരിച്വൽ വീഡിയോ പലരും മനസ്സിലാക്കുന്നത് പല ഡെപ്തിലാണ്. ഹയർ വൈബ്രേഷനിലുള്ള ഒരാൾ ഒരു വീഡിയോയിൽ നിന്ന് എടുക്കുന്ന ഇൻഫോർമേഷൻ്റെ അളവും ലോവർ വൈബ്രേഷനിലുള്ള ഒരാൾ ഒരു വീഡിയോയിൽ നിന്ന് എടുക്കുന്ന ഇൻഫോർമേഷൻ്റെ അളവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് അവർക്ക് ഡയമെൻഷനാലിറ്റി പെർസീവ് ചെയ്യാനുള്ള കഴിവ് കുറവുള്ളത് കൊണ്ടാണ്. ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കണമെന്ന് തോന്നാൻ കാരണം, നമ്മൾ ഹയർ വൈബ്രേഷനിലേക്ക് പോകും തോറും ഇൻഫോർമേഷൻ 3Dയിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കത് മുഴുവനായിട്ട് എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മൾട്ടി ഡയമെൻഷനാലിറ്റി ഉള്ള വീഡിയോകളായിരിക്കും പല ഗുരുക്കളും ഇടാം. ആ ഡയമെൻഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അത് നിങ്ങളുടെ കഴിവനുസരിച്ചിരിക്കും. പലരും ഹയർ വൈബ്രേഷനിലാവുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോയിലുള്ള ഇൻഫോർമേഷൻ മാത്രമല്ല സെൻസ് ചെയ്യുക, അതിൻ്റെ പിന്നിലുള്ള ഇമോഷണൽ സ്റ്റേറ്റും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയും അത് ഡയറക്റ്റ് ചെയ്യുന്നത് എത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് എന്നുള്ളതും അതിൻ്റെ പിന്നിലുള്ള എമ്പതിയും ആയിരിക്കും സെൻസ് ചെയ്യുക. എല്ലാവർക്കും പെർസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ നമുക്കൊരു വീഡിയോ ഇടാൻ പറ്റില്ല. പകരം പെർസീവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അതിൽ നിന്ന് പെർസീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോയിൽ നിന്നും കിട്ടുന്ന ഇൻഫോർമേഷൻ ഹൈ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ കഴിവാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ സോൾ പർപ്പസ് എന്ന വീഡിയോ ചെയ്തപ്പോൾ അതൊരു മൾട്ടി ഡയമെൻഷണൽ വീഡിയോ ആണ്. പലർക്കും സോൾ പർപ്പസ് എന്താണെന്നുള്ള ഇൻഫോർമേഷൻ വേണം. അത് ഒരാളുടെ ഉദ്ദേശശുദ്ധി, അത് ഞാൻ ഒരു ഡയമെൻഷൻ ആയിട്ടെടുക്കുകയാണ്. പലർക്കും അവർ സോൾ പർപ്പസിനോട് അറ്റാച്ച്ഡ് ആണ് വളരെയധികം. അപ്പോൾ അവർക്ക് അവരുടെ ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വേറൊരു ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ ഈ അറ്റാച്ച്മെൻറ്റ് കളയുക എന്നുള്ളതാണ്, അവരുടെ ഈ പേടി കളയുക. അവർ ഓൾറെഡി സോൾ പർപ്പസിലാണ് എന്നുള്ളൊരു കാര്യം അവരെ വ്യക്തമാക്കുക എന്നുള്ളതാണ്. അത് ആ വീഡിയോയുടെ രണ്ടാമത്തെ ഡയമെൻഷനാണ്. മൂന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് പോകാനുള്ള തടസ്സം കളയുക എന്നുള്ള ഉദ്ദേശ ശുദ്ധിയാണ്. അത് അടുത്ത ഡയമെൻഷനാണ്. നിങ്ങൾക്ക് ആ സോൾ പർപ്പസിലേക്കുള്ള തടസ്സം കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതും ഏതൊരു ചെറിയ കാര്യം ചെയ്താലും അതിൽ സോൾ പർപ്പസ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയതും. അപ്പോൾ സോൾ പർപ്പസ് എന്നുള്ളത് ഞാൻ എപ്പോഴാണ് കിട്ടുന്നത് എന്നതിന് ഉറപ്പായ ഒരു ഉത്തരം തരുന്നതിന് പകരം ചെയ്തത്, സോൾ പർപ്പസ് എന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോളിൻ്റെ സെൻസിൽ. അതായത് ഹയർ വൈബ്രേഷണലായിട്ടുള്ള ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനോടധികം അറ്റാച്ച്മെൻറ്റ് വേണ്ട. ആ ഒരു കാര്യം പറഞ്ഞു. എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സോൾ പർപ്പസിലേക്ക് നിങ്ങളിപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ എത്താൻ കഴിയും. ഒരു ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുക, കുറച്ച് വർഷം എടുക്കും എന്നുള്ള ക്ലാരിറ്റി ഞാൻ തന്നു. അപ്പോൾ എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഹെൽപ്പ് വേണ്ട ആൾക്കാരായിരുന്നു. അപ്പോൾ എൻ്റെ ടാർഗറ്റും ഇൻറ്റൻഷനും വേറെയായിരുന്നു. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ഇൻഫോർമേഷൻ തരാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഇൻഫോർമേഷൻ വാലിഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിൽ പലർക്കും അറിയാം സോൾ പർപ്പസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ എനിക്കായാലും ഇപ്പോൾ ഒരു 6 വർഷത്തിന് ശേഷമൊക്കെയാണ് ശരിക്കും ഗ്രൗണ്ട് ആയത്. അപ്പോൾ പലരും ഈ ഗ്രൗണ്ട് ആവുന്ന സ്റ്റേറ്റിനെ മാത്രം സോൾ പർപ്പസായി കാണുന്ന, ആ ഇൻഫോർമേഷൻ മാത്രം എടുക്കുന്ന ആളുകളുണ്ട്. അത് 1 ഡയമെൻഷനലായിട്ട് എടുക്കും. നിങ്ങൾ ഒരുപാട് ഇൻഫോർമേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് അത് എടുക്കണം എന്നൊന്ന് ചിന്തിക്കണം. പലരും ഇൻഫോർമേഷൻ വെറുതെ ബ്രെയിനിക്ക് മാത്രമാണ് എടുക്കുന്നത്, അതിനെ എംബോഡി ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർക്ക് അതിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയും അതിന് പിന്നിലുള്ള ആ ഒരു എമ്പതിയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരല്ല ടാർഗറ്റ് ഓഡിയൻസ്. അപ്പോൾ പല വീഡിയോയ്ക്കും അങ്ങനെ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ
പല പെർസ്പെക്റ്റീവും ഞാൻ മിസ്സാക്കും. അപ്പോൾ സോൾ പർപ്പസിനെ തന്നെ പല രീതിയിൽ കാണാം. അപ്പോൾ അതിൽ പല രീതികൾ ഞാൻ മിസ്സാക്കാറുണ്ട്. കാരണം എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എൻ്റെ ആദ്യത്തെ 2 പെർസ്പെക്റ്റീവ് ഉള്ളവരെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ആ വീഡിയോ ഇടുന്ന ഒരാളുടെ വൈബ്രേഷനിലുള്ള ഒരാൾ തന്നെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അവർ പറയാത്ത പെർസ്പെക്റ്റീവ് പോലും അവർ മനസ്സിലാക്കുന്നുള്ളതാണ്. ഇപ്പം ഞാൻ 2 പെർസ്പെക്റ്റീവാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ എനിക്ക് 10 പെർസ്പെക്റ്റീവ് അറിയാമെന്നുണ്ടെങ്കിൽ കാണുന്ന ആളുടെ വൈബ്രേഷനും എൻ്റെ വൈബ്രേഷനും തമ്മിൽ മാച്ചായി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പുറത്തെ ആൾ എന്താണ് പറയുന്നത്, അപ്പുറത്തെ ആളുടെ ഡയമെൻഷനാലിറ്റി എത്രയാണ്, അപ്പുറത്തെ ആളുടെ ഉദ്ദേശങ്ങൾ എത്രയാണ്, അപ്പുറത്തെ ആൾ ഇത്ര മാത്രം 10 ഡയമെൻഷൻ ആൾക്കുണ്ടെങ്കിൽ 2 ഡയമെൻഷൻ മാത്രം ആൾ പറയുന്നത് എന്തുകൊണ്ടാണ്, ആൾ വല്ലാണ്ട് ഇൻഫോർമേഷൻ ഡംപ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്, അതൊക്കെ നമ്മുടെ വൈബ്രേഷൻ അലൈൻഡ് ആയിട്ട് വരുമ്പോൾ ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വളരെ 1 ഡയമെൻഷനലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കറിയാവുന്ന ഇൻഫോർമേഷൻ വാലിഡേറ്റ് ചെയ്യാനേ നോക്കുള്ളൂ. എനിക്ക് ഈ ഇൻഫോർമേഷൻ അറിയാം, മറ്റേ വീഡിയോയിൽ പറഞ്ഞത് ഇതാണല്ലോ, അപ്പോൾ ഈ വീഡിയോയിൽ ഈ ഗുരു പറയുന്നത് എന്താ ഇങ്ങനെ. അപ്പോൾ അങ്ങനെ നമുക്ക് 1 ഡയമെൻഷനലായിട്ട് ഇൻഫോർമേഷൻ മാച്ചാക്കാൻ മാത്രം നോക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഞാൻ മൾട്ടി ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് കിട്ടുന്ന മൾട്ടി ഡയമെൻഷനാലിറ്റി പോലെ തന്നെ ആ വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് കമൻസിൽ നിന്ന് നിങ്ങളുടെ ഡയമെൻഷനാലിറ്റി മനസ്സിലാവും, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാവും. പിന്നെ വീഡിയോ പറയുന്ന ഒരാളെ ഡിഫെൻസീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ശരിയല്ല, അപ്പോൾ തന്നെ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നതോ ആ സ്പേസ് ക്ലീൻ ചെയ്യുന്നതോ ആയിരിക്കും. ഡയമെൻഷനാലിറ്റി അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ ഹയർ ഡയമെൻഷനിലായിട്ടുള്ള ഒരാൾ അത് ചിലപ്പോൾ ആളുടെ സ്പേസിലേക്ക് എടുത്തു എന്ന് വരില്ല. കാരണം നിങ്ങൾ റിജിഡാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ ആൾ കുറച്ച് ഡയമെൻഷൻസ് പറഞ്ഞില്ലെങ്കിലും അക്കാര്യം അറിയില്ല എന്നുള്ളത് അസ്യൂം ചെയ്യാണ്ട് ഇരിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഡയമെൻഷനിലായിരിക്കും പ്രോബ്ലം. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അനുഭവങ്ങൾ വേണ്ടതായിട്ടുണ്ടാവും, എമ്പതി വേണ്ടതായിട്ടുണ്ടാവും. ആ ഒരു ഉദ്ദേശശുദ്ധി എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയമെൻഷൻ, നിങ്ങളിരിക്കുന്ന ഡയമെൻഷൻ മനസ്സിലാവും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്, നിങ്ങളുടെ ഇൻഫോർമേഷൻ വാലിഡേറ്റ് ചെയ്ത് കിട്ടുന്നതാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പിൻവലിയുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്ത് കിട്ടേണ്ട കാര്യമില്ല. പൊതുവേ നിങ്ങളെക്കാട്ടും കൂടുതലായിട്ട് നോളേജ് ഉള്ള ഒരാൾ, പൊതുവേ ഒരുപാട് അറിയുന്ന ആളാണെങ്കിൽ, മൾട്ടി ഡയമെൻഷനൽ ആണെങ്കിൽ, ആളുടെ വീഡിയോയിൽ പല വീഡിയോയിലും ഡയമെൻഷൻസ് കുറവാണെങ്കിലും അതിനർത്ഥം ആളുടെ ടാർഗറ്റ് ഓഡിയൻസ് വേറെയാണെന്നുള്ളത്, ആളുടെ ഉദ്ദേശം വേറെ, ആളുടെ ഇൻറ്റൻഷൻ വേറെയാണെന്നുള്ളതാണ്. ഒരു വീഡിയോയിൽ തന്നെ നമുക്കെല്ലാം പറയാൻ പറ്റിയെന്ന് വരില്ല, എല്ലാവരെയും ഫേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓരോ സമയത്തും ഓരോരുത്തരുടെ ഡിവൈൻ ഗൈഡൻസ് വ്യത്യാസമുണ്ട്. ആ ഡിവൈൻ ഗൈഡൻസിന് അനുസരിച്ച് എന്താണോ ചെയ്യേണ്ടത്, ആരോടാണോ സംസാരിക്കേണ്ടത് അത് അവർ ചെയ്യും. അതിനർത്ഥം അവർക്ക് ബാക്കി കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെ അസംഷൻ വയ്ക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചോദ്യങ്ങളിൽ അസംഷനോ നിങ്ങളുടെ ഉദ്ദേശത്തിൽ ഉദ്ദേശശുദ്ധിയോ കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയമെൻഷൻ ആ വീഡിയോയിൽ പറയുന്ന വൈബ്രേഷനെക്കാട്ടും കുറവാണ്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യപ്പെടും നിങ്ങളൊരു ഹയർ ഡയമെൻഷണൽ സ്പേസിൽ പ്രവേശിക്കുമ്പോൾ. ഇനി എൻ്റെ സോൾ പർപ്പസിൽ ആ ലൈവിൽ ഞാൻ ചെയ്തപ്പോൾ വന്ന കുറച്ച് ഡൗട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ആ വീഡിയോയിൽ പൊതുവായി കണ്ട ക്വസ്റ്റ്യനാണ്, സോൾ മർജിൻ്റെ സമയത്തല്ലേ, ഇന്നർ യൂണിയൻ്റെ സമയത്തല്ലേ, അല്ലെങ്കിൽ DM അവേക്കൻ ആകുന്ന സമയത്തല്ലേ സോൾ പർപ്പസിലേക്ക് പോകാൻ പറ്റുള്ളൂ, അപ്പോൾ മാത്രമല്ലേ സോൾ പർപ്പസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതുകൊണ്ട് മാത്രമല്ലേ ഇത് സംഭവിക്കൂ, അങ്ങനെയൊക്കെ നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിക്കുമ്പോൾ നമ്മൾ മൈൻഡ് ഫ്ലെക്സിബിൾ അല്ല. ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഒരു കാര്യം സംഭവിക്കൂ എന്ന് നിങ്ങൾ അത്രയും ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് ആ ഇൻഫോർമേഷൻ പുറത്തു നിന്ന് കിട്ടിയതാണ്, ഉള്ളിൽ നിന്ന് വന്ന ഇൻഫോർമേഷൻ അല്ല. അപ്പോൾ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. നമ്മൾക്ക് സോൾ പർപ്പസ് ഗ്രൗണ്ട് ചെയ്ത് എടുക്കാനൊരു സമയം എടുക്കും. അപ്പോൾ എൻ്റെ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എനിക്ക് ഏകദേശം ഒരു 6 വർഷത്തോളം എടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സോൾ പർപ്പസിനെ കാണാൻ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ സോൾ പർപ്പസിലേക്ക് വളരെ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ സെർവ് ചെയ്യാനുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ഗ്രൗണ്ട് ആകുമ്പോഴാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, അത് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എപ്പോഴായിരിക്കും, നിങ്ങൾക്ക് ഡിവൈൻ മാസ്കുലിനുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ വരുന്ന സമയത്തായിരിക്കും. നിങ്ങൾ മുഴുവനായിട്ടും നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങും, നിങ്ങളുടെ പർപ്പസിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങും. ഈ സമയത്തും നമുക്കങ്ങനെ ഞാൻ സോൾ പർപ്പസിലാണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി നമുക്ക് വെക്കാൻ പറ്റില്ല. അവിടെ തന്നെ നമുക്കത് അതുമായൊരു അറ്റാച്ച്മെൻറ്റ് വന്നു എന്ന് തന്നെ ഞാൻ പറയും.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് സോൾ പർപ്പസ് ഇന്ന സമയത്ത് വരുന്നു, നിങ്ങൾ സോൾ പർപ്പസിൽ ഇന്നത് ചെയ്യുന്നു എന്നൊന്നും ഞാൻ അത്ര നിർബന്ധിച്ച് പറയാത്തത്. സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീലിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഹീലിംഗ് തുടങ്ങുമ്പോൾ തന്നെ പുറത്തും ഹീലിംഗ് നടക്കും. പക്ഷേ ആ ഹീലിംഗ് ഒന്ന് ഗ്രൗണ്ടായി വരാൻ, ഹീലിങ്ങിലൊന്ന് നമ്മൾ കംഫർട്ടബിളായി വരാനും നമ്മുടെ എനർജി ഒന്ന് സ്റ്റേബിൾ ആവാനും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളെടുക്കും. അത് മാസ്കുലിനായിട്ടുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിലെ എനർജി സ്റ്റേബിളായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സമയത്തിനെ പലപ്പോഴും സോൾ പർപ്പസിലേക്ക് പോകുന്ന ഡിവൈൻ ഫെമിൻ്റെ സമയമായിട്ട് കാണാറുണ്ട്. പല ഇൻഫോർമേഷനും നമ്മൾ റിജിഡാക്കി വെച്ചാൽ കൂടുതൽ ഇൻഫോർമേഷൻ വരുന്ന സമയത്ത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ സോൾ പർപ്പസിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇതാണ്. സോൾ പർപ്പസ് നിങ്ങൾക്ക് ഗ്രൗണ്ട് ചെയ്ത് എടുക്കാൻ കുറച്ച് സമയമെടുക്കും. ആ ഗ്രൗണ്ട് ചെയ്യുന്ന ആ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പർപ്പസിൽ നിങ്ങൾ കംഫർട്ടബിളായിട്ട് വരുന്ന ആ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോൾ മെർജ് വരുന്ന സമയമോ ആ ഇന്നർ യൂണിയനൊക്കെ വരുന്ന സമയമോ ആയിരിക്കും. അതിനർത്ഥം നിങ്ങൾ സോൾ പർപ്പസിലല്ല എന്നല്ല. നിങ്ങളുടെ ഉള്ളിലെ ഹീലിങ്ങിനനുസരിച്ച് നിങ്ങൾ പുറത്ത് ചെയ്യുന്ന പർപ്പസ് കോൺഷ്യസ് ആയിട്ട് വരും. അത് കാണാൻ പറ്റുന്ന രീതിയിലും 3Dയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുമായി വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പർപ്പസിനെ ഈ 3Dയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ജഡ്ജ് ചെയ്ത് തുടങ്ങിയാൽ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സെൽഫ് കൈൻഡ്നെസ്സും കമ്പാഷനും ഒക്കെ കൂടി കുറയാണ് ചെയ്യണത്. ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ നിങ്ങൾ ഹീലിംഗ് തുടങ്ങിയ ആൾക്കാരാണ്. നിങ്ങൾ നിങ്ങളുടെ സോൾ പർപ്പസ് തുടങ്ങിയ ആൾക്കാർ തന്നെയാണ്. എപ്പോഴാണ് സോൾ പർപ്പസ് വരുന്നത്, എന്താണ് സോൾ പർപ്പസ് എന്നുള്ളൊരു കാര്യം ഒരു സമയത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ഒരു ഡയമെൻഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ ഞാൻ ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ എനിക്ക് മറ്റ് ഡയമെൻഷൻസ് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. എൻ്റെ ആ വീഡിയോയുടെ മറ്റുദ്ദേശങ്ങൾ നിങ്ങൾക്ക് അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കളയുകയും നിങ്ങൾ അതിലേക്ക് ആക്ടിവേറ്റ് ആക്കുകയും ചെയ്യുക എന്നുള്ള പല ഡയമെൻഷനുകളും ഈ ഒരു കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് നിൽക്കും. ജസ്റ്റ് അതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോയ്ക്ക് പല ഡയമെൻഷൻസ് ഉണ്ട്. എത്ര ഡയമെൻഷൻ വീഡിയോ കാണുന്നവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് വീഡിയോ ചെയ്യുന്ന ആളുടെ ഡിവൈൻ മിഷനെ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ അതിനെല്ലാം കൂടി നമുക്ക് ഒറ്റ ഡയമെൻഷനിൽ പറയാൻ പറ്റില്ല. അത് ഒറ്റ ഡയമെൻഷനിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ആ വീഡിയോ മനസ്സിലായി എന്ന് വരില്ല. അവർ ഇൻഫോർമേഷൻ തേടി മാത്രമാണ് വന്നതെങ്കിൽ മൾട്ടിപ്പിൾ ഡയമെൻഷനിൽ ഒരു വീഡിയോയിൽ കൂടെ തന്നെ നമുക്ക് പല ഉദ്ദേശങ്ങളും പല മാറ്റങ്ങളും നടത്താം. അതും ഒരു ഡയമെൻഷൻ്റെ ഗുണമാണ്. അപ്പോൾ ഈ ഗുണം നമ്മൾ ഇൻഫോർമേഷനിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ, ഡയമെൻഷനിൽ കേന്ദ്രീകരിക്കാതിരുന്നാൽ കുറയുന്നുള്ളതാണ്. അപ്പോൾ ഡയമെൻഷൻ കൊണ്ട് ഇങ്ങനെയും ഒരു ഗുണമുണ്ട്. ഒരു ഇൻഫോർമേഷൻ കൊടുക്കാൻ നമുക്ക് ഏത് തരത്തിലുള്ള ഡയമെൻഷനിലുള്ള വീഡിയോസ് ഉപയോഗിക്കാം. എന്നാൽ നമ്മൾ ഒരു വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഡയമെൻഷനും കട്ട് ചെയ്ത് ഒരൊറ്റ ഇൻഫോർമേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു ഇമോഷണൽ കമ്പോണൻ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ഡയമെൻഷനാലിറ്റി അതുകൊണ്ട് തന്നെ നമുക്ക് പല ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. പല ആവശ്യങ്ങളുള്ള സപ്പോർട്ട് വേണ്ട ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആളുകളെ നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കാം. നമ്മുടെ പല ഫ്രാഗ്മെൻറ്റ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ മൾട്ടി ഡയമെൻഷണൽ വീഡിയോകളിലൂടെ നമ്മൾ പല ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഹയർ ഫ്രീക്വൻസി ഉള്ള ഒരാൾക്ക് ആളുടെ സംഭാഷണം കൊണ്ട് തന്നെ പല ഫ്രാഗ്മെൻറ്റ്സിനെയും ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കഴിവും അതിലൂടെ കൂടുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ഫ്രാഗ്മെൻറ്റ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഈ ഒരു കഴിവ് ആളുടെ ഇന്നർ നോവിങ്ങിലും ആളുടെ അനുഭവങ്ങൾ കൊണ്ടുണ്ടായ ഇൻഫോർമേഷനിലുള്ള ഡെപ്തിലും ആണ് ഇരിക്കുന്നത്. അത് പുറത്തുള്ള വേറൊരാളുടെ അനുഭവവുമായിട്ട് കണക്ട് ചെയ്യാൻ തക്കതാണ്. ഇനി ഈ വീഡിയോയിലേക്ക് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറയാം. എന്നോടൊരാൾ ഡിഫൈൻ ചെയ്യുകയുണ്ടായി, സോൾ പർപ്പസ് എന്നത് നടക്കുന്നത് DM അവേക്കൻഡ് ആയതിനു ശേഷം മാത്രമാണ് എന്നുള്ളത്. ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു ഡിക്ലറേഷനാണ്. ഇത് ഒരേ ഒരു ഡയമെൻഷനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതിനുത്തരം എന്നത് ഞാൻ പറയാം. ആൾ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഇന്നർ യൂണിയൻ സമയത്താണല്ലോ പർപ്പസിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും. ഇന്നർ യൂണിയൻ സമയത്ത് അല്ല DM കംപ്ലീറ്റ് ആയിട്ട് അവേക്കൻഡ് ആവുക, അതിന് ഇനി സമയമെടുക്കും. ഉത്തരം ഞാൻ പറയാം. ഇന്നർ യൂണിയൻ സമയത്തായിരിക്കും നമ്മൾ ഗ്രൗണ്ട് ആവുന്നത്. പർപ്പസിലേക്ക് ഈ ഒരു കാര്യം മാത്രം ആണ് ആ വീഡിയോയിലൂടെ പറയുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ബാക്കി ഡയമെൻഷൻസ് ആ വീഡിയോയിലൂടെ പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എന്നെ ലിമിറ്റഡ് ആക്കുമ്പോൾ എൻ്റെ വീഡിയോയുടെ ആ ഒരു ഡയമെൻഷനാലിറ്റി കുറഞ്ഞു. അപ്പോൾ ഞാൻ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. പല സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരും വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് അറിയാം കുറേ കാര്യങ്ങൾക്ക് ഉത്തരം, പക്ഷേ
അവർ അത് പറയാത്തത്, വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഡയമെൻഷനാലിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ്. അവർക്ക് വേറെ കാര്യവും പറയേണ്ടത് കൊണ്ട് അവർ അതിനെ പല പല പെർസ്പെക്റ്റീവിലൂടെ പറയുകയും ഈ ഉത്തരം വൈബ്രേഷണലി ചോദിച്ച പല പല ഫ്രാഗ്മെൻസിന് ഉത്തരം കൊടുക്കാൻ കഴിയുകയും ഗുരുവിൻ്റെ എക്സ്പീരിയൻസുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഉത്തരം കൊടുക്കാൻ പറ്റുകയും ഒരു വീഡിയോയിലൂടെ തന്നെ പല ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുകയും ആ വീഡിയോയുടെ ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഡയമെൻഷനാലിറ്റി കൂടുകയും ചെയ്യുന്നത് കാണാം. പലപ്പോഴും ഹയർ ഡയമെൻഷനിലുള്ള ഒരാൾ ആ ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വീഡിയോ ചെയ്യുക. അത് നമ്മൾ വൺ ഡയമെൻഷനിൽ കൂടെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്. ആ ഗുരുവിൻ്റെ പല ഫ്രാഗ്മെൻസുകളെ സെർവ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിനെ കാണാൻ കഴിയാത്തത് അതിനോടൊപ്പമായ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയി അതിന് സമമായ എമ്പതി ആർജിക്കാത്തത് കൊണ്ടാണ്. ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാൾ പറയുന്ന പല വീഡിയോകൾക്കും ഇങ്ങനെ ഡയമെൻഷനാലിറ്റി ഉണ്ടാവും. ഒരുപാട് ആൾക്കാരെ ഡയമെൻഷനാലിറ്റി കൂടിയ ഒരു വീഡിയോ വഴി അവർക്ക് ഹൃദയം തൊടാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി കുറവാണെങ്കിൽ നിങ്ങൾ ആ ഗുരു പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻ എത്രമാത്രം ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ കൺസെപ്റ്റ് വഴി അല്ലെങ്കിൽ വേറൊരാൾ ചെയ്ത വീഡിയോ കമ്പയർ ചെയ്യുന്നത് വഴിയെന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫോർമേഷനെ അതിന് വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ആ വീഡിയോനെ റിജക്റ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ നിങ്ങൾ ട്രിഗറായിട്ട് കമൻ്റ് ഇടാൻ തുടങ്ങും. അപ്പോൾ ഒരു സിമ്പിളായ കാര്യമാണ്, അങ്ങനത്തെ വീഡിയോയ്ക്ക് ഡയമെൻഷനാലിറ്റി കൂടുതലുണ്ട്, നിങ്ങൾക്ക് അതിനെ ഹാർട്ട് ടു ഹാർട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഡയമെൻഷനുമായി ബന്ധപ്പെട്ട ഒരു ഫ്രാഗ്മെൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കില്ല ആ വീഡിയോ, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാവുന്നതാണ്, നിങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതാണ്. കാരണം ആ വീഡിയോ പറയുന്ന ആൾക്ക് അറിവുകേടുള്ളത് കൊണ്ടല്ല ആളുടെ ഡയമെൻഷനാലിറ്റി അപ്ലൈ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് നന്നായി അറിയാം. എല്ലാ സ്പിരിച്വൽ വീഡിയോസിലും ഇങ്ങനെ മൾട്ടി ഡയമെൻഷനാലിറ്റി കാണും. ആ ഡയമെൻഷനാലിറ്റീനെ നിങ്ങൾക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു എമ്പതി കപ്പാസിറ്റി എത്രയുണ്ട് എന്നുള്ളതിനെ വെച്ചിട്ടായിരിക്കും. കാരണം ഈ ഡയമെൻഷനാലിറ്റി ഓരോരുത്തരിലേക്കും ഡയറക്റ്റ് ചെയ്യുന്നത് എമ്പതി വേണ്ടവർക്ക് വേണ്ടിയാണ്, കൈൻഡ്നെസ് വേണ്ടവർക്ക് വേണ്ടിയാണ്. ഡയമെൻഷനാലിറ്റിയും ആ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ പുറത്തേക്ക് വിടുന്ന ഇൻഫോർമേഷനാണ്. ആ സ്പേസിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻ വാലിഡേറ്റ് ചെയ്യാൻ നോക്കില്ല. ഡയമെൻഷനാലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് 100 ഡയമെൻഷനുള്ള ഒരു വീഡിയോയിൽ 2 ഡയമെൻഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഉദ്ദേശശുദ്ധിയെ പറ്റി ഡൗട്ട് ഉണ്ടാവില്ല. ഇതാണ് എനിക്ക് ഡയമെൻഷനാലിറ്റീനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഞാനുമായി ഒരു പ്രൈവറ്റ് സെഷൻ ബുക്ക് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.